ഇന്ന് ഞാൻ നിൽക്കുന്നത് റാംസ്ഗേറ്റ് തുറമുഖത്താണ്. ഇംഗ്ലണ്ടിലെ കെന്റ് കൗണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന റാംസ്ഗേറ്റ് റോയൽ ഹാർബർ എന്ന പദവിയുള്ള ഏക തുറമുഖം കൂടിയാണ്. AD 1821 അന്നത്തെ ചക്രവർത്തിയായിരുന്ന ജോർജ് നാലാമനാണ് ആ പദവി നൽകിയത്. അതിമനോഹരമായ കടൽത്തീരവും ആഢ്യത്വം തുളുമ്പുന്ന യാറ്റുകളും ഉല്ലാസ നൗകകളും ഭക്ഷണ വൈവിധ്യവും എല്ലാമുള്ള റാംസ്ഗേറ്റ് ഒരു ദിവസം നമുക്ക് സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു നഗരങ്ങളിൽ ഒന്നാണ്. അതിനുമപ്പുറത്തേക്ക് ചരിത്രത്തിലും റാംസ്ഗേറ്റിന് വളരെ പ്രാധാന്യമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഫ്രാൻസിലെ ഡൺക്രിക്കിൽ കുടുങ്ങിക്കിടന്ന ബ്രിട്ടീഷ് സൈനികരെ രക്ഷപ്പെടുത്താൻ പുറപ്പെട്ട ചെറിയ ബോട്ടുകളുടെ കേന്ദ്രം കൂടിയായിരുന്നു റാംസ്ഗേറ്റ്. ഡൺക്രിക്ക് ദൗത്യം എന്നാണ് അത് ചരിത്രത്തിൽ ഇന്ന് രേഖപ്പെടുത്തുന്നത്. വളരെ മനോഹരമായ ഒരു ലൈറ്റ് ഹൗസും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇംഗ്ലീഷ് ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ വ്യോമാക്രമണത്തിനും റാംസ്ഗേറ്റ് സാക്ഷിയായിട്ടുണ്ട്. റാംസ്ഗേറ്റ് ടണൽ അതിനൊരു രക്ഷാകവചമായിരുന്നു എന്നതും ചരിത്രത്തിൽ ദ മർഡർ റെയ്ഡ് എന്നറിയപ്പെടുന്ന ജർമ്മനിയുടെ ആ വ്യോമാക്രമണം നടന്നത് 1940 ആഗസ്റ്റ് 24 കേവലം 5 മിനിറ്റിനുള്ളിൽ 500-ലധികം ബോംബുകളാണ് അന്ന് ജർമ്മൻ വിമാനങ്ങൾ ഈ നഗരത്തിന് മുകളിൽ പതിപ്പിച്ചത്. അതിൽ നിന്നും രക്ഷപ്പെടാൻ നിർമ്മിച്ച റാംസ്ഗേറ്റ് തുരങ്കങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ഏകദേശം 50,000-നും 60,000-നും അധികം ആളുകൾക്ക് ഒരേ സമയത്ത് ഈ തുരങ്കങ്ങളിൽ താമസിക്കാമായിരുന്നു. ആ കാഴ്ചകളും ഇന്ന് നമുക്ക് ഇവിടെ ആസ്വദിക്കാം. ഈ തുരങ്കങ്ങളിൽ അന്ന് ചെറിയ രീതിയിലുള്ള ആശുപത്രികളും ശൗചാലയങ്ങളും ഉറങ്ങാനുള്ള സൗകര്യവുമെല്ലാം അന്നത്തെ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതും ചരിത്രരേഖകൾ നമ്മോട് പറയുന്നു. ചരിത്രത്തിൽ വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഇവിടേക്കുള്ള സന്ദർശനവും വളരെ പ്രസിദ്ധമായതാണ്. അതിനുള്ള ഫോട്ടോകളും അതിൻ്റെ രേഖകളും എല്ലാം തന്നെ ഇവിടെ കാണാവുന്നതുമാണ്. റാംസ്ഗേറ്റ് നഗരത്തിൽ വിക്ടോറിയൻ ജോർജിയൻ ശൈലിയിൽ പണിത അതിമനോഹരമായ ഒട്ടനവധി കെട്ടിടങ്ങൾ കാണാം. അന്നത്തെ പ്രശസ്ത വാസ്തുശില്പിയായ അഗസ്റ്റിൻ പുഗിനും ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹമാണ് ഇവിടുത്തെ പ്രസിദ്ധമായ സെന്റ് അഗസ്റ്റിൻ ചർച്ചും അബയും എല്ലാം തന്നെ രൂപകൽപ്പന ചെയ്തത്. അതിലൂടെയുള്ള യാത്രയും നമുക്ക് ഇവിടേക്കുള്ള സന്ദർശനത്തിൽ ആസ്വദിക്കാവുന്നതുമാണ് എന്നതും ശ്രദ്ധേയമാണ്.